മൃഗസ്നേഹിയായ ശ്രീമതി രതി ദേവി നമ്മളോടൊപ്പം തത്സമയം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീമതി രതി ദേവി, ഇതിപ്പോൾ അങ്ങ് സംസ്ഥാന തലത്തിൽ ഈ നായകളുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളടക്കം ഇടപെടുന്ന ഒരാളാണ്. ഇത് തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്തിലൊരു പെർട്ടിക്കുലർ കേസാണ്. അവിടെ ഒരു പോലീസ് വകുപ്പിലുള്ള ഒരു ഉദ്യോഗസ്ഥ, ഒരു പോലീസുകാരി സ്വന്തം വീട്ടിൽ 50 നായകളെ വളർത്തുകയാണ്. നാട്ടുകാർക്ക് മുഴുവൻ പ്രശ്നമുള്ളൊരു കാര്യമാണ്, ഭീതിപ്പെടുത്തുന്ന സാഹചര്യമാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഇങ്ങനെ നായകളെ വളർത്താം, ശരിയാണ്, വളർത്തു മൃഗങ്ങളെ വീട്ടിൽ വളർത്താം, പക്ഷെ അതിനൊരു പരിധിയും നാട്ടുകാരുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയും വേണ്ടതില്ലേ? ഉണ്ട്. ആ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? അത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്താണ്. ഇവരെ ഒരു ഷെൽട്ടർ 2016 തൊട്ട് ഈ പ്രശ്നം നമ്മൾ ഉന്നയിക്കുന്നതാണ്. ഓരോ വീടുകളിലും ഈ സാധാരണ മനുഷ്യര് നായ്ക്കളെ പോറ്റി 100ഉം 50ഉം ഒക്കെ ആക്കേണ്ടി വരുന്നു. ഇവര് ഷെൽട്ടർ ഓടിക്കുക ചെയ്തേ. ഞങ്ങൾക്കൊക്കെ ഷെൽട്ടർ ഉണ്ടായിരുന്നു, വടക്കാഞ്ചേരിയിൽ ഒരു ഷെൽട്ടർ ഉണ്ടായിരുന്നു. ആ ഷെൽട്ടർ അവിടെ വെച്ച് നോക്കിച്ചില്ല, ഒരാൾക്ക് ശല്യമില്ലാത്ത വനമേഖലയോട് ചേർന്ന് ഉള്ള ഷെൽട്ടർ ആയിരുന്നു അത്. അതിന്റെ ചുറ്റുപാട് ഒരു മനുഷ്യരില്ല, ആർക്കും ശല്യമില്ല. അതുപോലും തമിഴ്നാട്ടിലേക്ക് ഓടിച്ചു. അപ്പൊ സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ ഈ സ്ത്രീയെ ഞാൻ കുറ്റം പറയില്ല, കാരണം എന്താ പറയുക, ചിലപ്പോൾ ആദ്യം ഒരെണ്ണത്തിനെ എടുത്തിട്ടുണ്ടാവും, പിന്നെ ഇതിന്റെ കഷ്ടപ്പാട് കാണുമ്പോൾ എടുത്ത് ഇങ്ങനെ പോകുന്നതാണ്. ഇത് ഒരാൾ മാത്രമല്ല, ഇവര് മാത്രമല്ല, പല ആൾക്കാരും ഉണ്ട്. ഇത് സഹായിക്കേണ്ടത് ആരാണ്? സർക്കാരല്ലേ? ഈ മൃഗസ്നേഹികളാണ് ഇതിനെ തെരുവിന്നെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നു പറയും. ജഡ്ജിയും പറയും, എല്ലാവരും പറയും നിങ്ങൾക്ക് വീട്ടിൽ കൊണ്ടുപോയി വളർന്നു പറയും. വീട്ടിൽ കൊണ്ടുപോയി വളർത്തുമ്പോൾ ഇതാണ് പ്രശ്നം. അപ്പൊ ആരാണ് അവരെ സഹായിക്കേണ്ടത്? പഞ്ചായത്തല്ലേ? അവർ വന്ധ്യീകരണം ചെയ്യുന്നില്ല, അവർ വാക്സിനേറ്റ് ചെയ്യുന്നില്ല. ഇത് മുഴുവനും ചെയ്യുന്നത് ഈ സാധാരണ ജനങ്ങളാണ്. ആ സ്ത്രീ ബലിയാടായതാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ അവരുടെ കൂടെ നിൽക്കുള്ളൂ. ചുറ്റുപാടുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, അത് ചുറ്റുപാടുള്ളവര്. പിന്നെ ഈ ജനങ്ങളും ഉത്തരവാദിയാണ്. വളർത്തിയിട്ട് ഇതിനെ തെരുവിൽ കൊണ്ട് കളയും, വലിയ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് തെരുവിൽ കൊണ്ട് കളയും. ഈ ഹൈബ്രിഡ് നായ്ക്കച്ചവടം അനുവദിച്ചു കൊടുത്താരാണ്? സർക്കാരല്ലേ? ലക്ഷം നായ്ക്കളെ പെരുപ്പിക്കുന്ന ഹൈബ്രിഡ് നായ്ക്കച്ചവടം അനുവദിച്ചു കൊടുക്കുന്ന ആരാണ്? സർക്കാരാണ്. അത് മുഴുവനും ഈ ജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ, ഇപ്പൊ ഈ എതിർക്കുന്നവരും ഉണ്ടാവും. ഈ ജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാര് അതിനെ വലിയ വില കൊടുത്ത് വാങ്ങിച്ചിട്ട് ഗൾഫിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വാടക വീടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തെരുവിൽ കളയും. സാധാരണ കുറച്ച് ഇതുപോലെ മനുഷ്യത്വമുള്ള മനുഷ്യര് അത് കണ്ട് സഹിക്കാൻ വയ്യാതെ അതിനെ ഏറ്റെടുക്കും. അങ്ങനെ ഏറ്റെടുത്താണ് അവര് 50 പട്ടികൾക്ക് ഭാരം താങ്ങാൻ ഏതെങ്കിലും മനുഷ്യർ. ശ്രീമതി രതി ദേവി, ഞാൻ ഈ ചർച്ച അങ്ങയോട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, സംസ്ഥാന തലത്തിൽ നിയമപരമായി ഇടപെടുന്ന ഒരാളാണ്, അതുകൊണ്ട് ഇതിന് വളരെ ജനറലായ ചില അഭിപ്രായങ്ങൾ എന്നതിനപ്പുറത്ത് ഇത് വളരെ പർട്ടിക്കുലറായ ഒരു കാര്യമാണ്. നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരു വീട്ടിൽ 50 തെരുവ് നായകളെ വിളിച്ചുകൊണ്ടുവന്ന് താമസിപ്പിക്കുക എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക്, ആളുകൾക്കൊക്കെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനടക്കം വിഘാതമായി നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു.